സംസ്ഥാന യുവജന കമ്മീഷന്റെ പ്രഥമ യുവപ്രതിഭ പുരസ്കാരം ലഭിച്ച പ്രിയ മാത്യു ആണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രിയ മാത്യുവിന് പുരസ്കാരം ലഭിക്കുമ്പോൾ സംസ്ഥാന യുവജന കമ്മീഷൻ പരിമിതികളെയെല്ലാം അതിജീവിച്ച് യുവജനങ്ങൾക്ക് ഒരു പ്രചോദനമാകുന്ന ആളുകൾക്കാണ് യുവ പ്രതിഭാ പുരസ്കാരം കൊടുക്കുന്നത്. ഇത്തവണ 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് നമ്മോടൊപ്പം ചേരുന്ന അടൂർ സ്വദേശിയായിരിക്കുന്ന പ്രിയ മാത്യു. പ്രിയ, വലിയ സന്തോഷത്തിലാണോ? തീർച്ചയായിട്ടും വലിയ സന്തോഷം. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അംഗീകാരമാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലൊരു എന്താ പറയുക പ്രോത്സാഹനവും കൂടിയാണ് ഈ കിട്ടിയിരിക്കുന്ന അവാർഡ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അമ്മയാണ് എപ്പോഴും ആങ്ങളെയാണോ കൂട്ടുള്ളത്? അമ്മയോടും ചോദിക്കാം. അമ്മയ്ക്കും വലിയ സന്തോഷത്തിലായിരിക്കും. ഈ വലിയ സന്തോഷമുണ്ട് കുഞ്ഞിനിത് കിട്ടിയതിൽ. പ്രിയ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് സന്തോഷം തന്നെ ആദ്യം ആങ്ങളോട് തന്നെ പങ്കുവെക്കും. കാരണം എപ്പോഴും കൂടെ നിൽക്കുന്നതാണ് ആങ്ങള, അല്ലേ? ആങ്ങളെ എന്താ ചേട്ടൻ എന്താ വിളിക്കുന്നത്? അണ്ണൻ അണ്ണ വലിയ ഹാപ്പിയാണോ? വളരെ സന്തോഷം. കാര്യം അവിടെ കഷ്ടപ്പാടിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണിത്. കാര്യം ഒത്തിരിയേറെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് മുന്നോട്ട് വന്നതാണ് അവൾ. അപ്പോൾ അവൾക്കൊരു സന്തോഷം നൽകുന്നൊരു നിമിഷമാണിത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരു എല്ലാവരും ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതുപോലെ നാട്ടിലുള്ള പലരും ഒത്തിരി പേര് വിളിച്ച് സംസാരിച്ചു. നാടിന് മൊത്തത്തിലൊരു ആഘോഷ നിമിഷം പോലെയാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ എന്തിയെ? അച്ഛൻ പുറത്തോട്ട് പോയേക്ക്. അച്ഛൻ പറഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു, അല്ലേ? അതെ, തീർച്ചയായും. അപ്പം പ്രിയ ഈ പറഞ്ഞ പോലെ ഒരു ജീവിതത്തിൽ പ്രതിസന്ധികൾ അതിജീവിച്ച് നേടിയ നേട്ടമാണ്. അപ്പം ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു ഈ അത്ലറ്റിക്സിലാണെന്ന് തോന്നുന്നു, അല്ലേ? ആ കാര്യങ്ങളൊന്നും ഏതൊക്കെ ഐറ്റമിലാണ് ഇപ്പോൾ ഇത്തവണ കേരളത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് എവിടെ വെച്ചായിരുന്നു മത്സരങ്ങൾ? ഇത്തവണ കേരളത്തിലെ സംസ്ഥാനതല പങ്കെടുത്തത് പാരാ അത്ലറ്റിക്കിൽ പവർ ലിഫ്റ്റിങ്ങും ജാവലിംഗ് ത്രോയും ഡിസ്കസ് ത്രോയും ഷോട്ട് പുട്ടുമായിരുന്നു. അതിൽ പവർ ലിഫ്റ്റിങ്ങിന് 70th കാറ്റഗറിയിൽ ഗോൾഡ് മെഡലും, ഡിസ്കസ് ത്രോയിൽ വെള്ളിയും, ജാവലിങ്ങിലും വെള്ളിയും, പിന്നെ ഷോട്ട് പുട്ടിൽ വെങ്കലമാണ് കരസ്ഥമാക്കിയത്. ഇനി ദേശീയ മത്സരങ്ങൾ എന്നാണ്? ദേശീയ മത്സരങ്ങൾ കഴിഞ്ഞു. നമുക്ക് കുറച്ച് സാമ്പത്തിക ഇത് കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. പങ്കെടുക്കാൻ പറ്റിയില്ല, പോയില്ല. ചെന്നൈ വെച്ചായിരുന്നു. ഒരു ചെറിയ അത് പങ്കെടുക്കാൻ പറ്റിയില്ല. അതൊരു വിഷമമുള്ള കാര്യമാണല്ലോ. കഴിഞ്ഞ തവണ പങ്കെടുത്തിരുന്നു, അല്ലേ? ആദ്യ തവണ പൂനെയിൽ വെച്ചായിരുന്നു നടന്നത്. പങ്കെടുത്ത് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ്, എക്സാം കാര്യങ്ങളായിരുന്നു. ഈ വർഷം മത്സരിച്ച് നല്ല രീതിയിൽ വിജയിച്ചെങ്കിലും പോകാൻ പറ്റില്ല. മറ്റൊരു കാര്യം, പ്രിയ ബിരുദധാരി കൂടിയാണ്. മലയാളം സർവകലാശാലയിൽ നിന്ന് ഏത് വിഷയത്തിലാണ്? വികസന പഠനവും തദ്ദേശീയ വികസനവും എന്നായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അതിൽ PG കരസ്ഥമാക്കി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും മലയാള സർവകലാശാലയെക്കുറിച്ച് പറയുമ്പം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് എൻ്റെ സർവകലാശാലയിലേക്ക് ചെല്ലുന്നതാണ്. അവിടുത്തെ അധ്യാപകർ, സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ ഒപ്പം നിർത്തിയ, അതിൽ ഒരു ഡിസബിലിറ്റിയുടെ ഇതിൽ നോക്കാതെ നമ്മുടെ കഴിവുകളെ, നമ്മളിൽ നിൽക്കുന്ന ഓരോ കഴിവുകളെ അവർ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എൻ്റെ മല്ലിക മിസ്സും ശ്രീജ മിസ്സുമാണ്. ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് അവർ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പക്ഷേ 11 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ 11 ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരുമായിട്ട് ഒരു പേഴ്സണൽ കണക്ഷൻ എനിക്ക് അവിടെ ഉണ്ട്. അതുപോലെയാണ് അവിടുത്തെ അധ്യാപകരായാലും ജീവനക്കാരായാലും വിദ്യാർത്ഥികളായാലും എന്നോട് കാണിച്ചിട്ടുള്ളത്. എനിക്കത് ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും പറയുമ്പോഴും എനിക്കറിയാതെ പറഞ്ഞു പോകും. എനിക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ ഇതായിരിക്കും. കലാലയ ജീവിതത്തിൽ പ്രിയ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് സജീവമായിരുന്നു. അതിൻ്റെ അനുഭവങ്ങൾ കൂടി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ മലയാള സർവകലാശാല യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. SFIയുടെ രാഷ്ട്രീയം ഒരുപക്ഷെ ഇന്ന് സംസാരിക്കാനും നമ്മൾക്ക് 4 പേരോട് സംസാരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം വന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. കൃത്യമായിട്ട് കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകളും കൃത്യമായ എൻ്റെ നിലപാടുകൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഭരണ ഭീകരതകൾക്കെതിരെയും സംഘടനാപരമായിട്ടും ഞാൻ ഇടപെടാറുണ്ട്. പിന്തുണ എങ്ങനെയായിരുന്നു ക്യാമ്പസിൽ? SFIയുടെ പിന്തുണ എന്ന് വെച്ചാൽ നമ്മളെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ചില ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കുള്ള ചില മാറ്റങ്ങൾ സംഘടനാപരമായിട്ടാണ് ഞാൻ അവിടെ കൊണ്ടുവന്നത്. അവിടെ വാഷ് ബേസ് സൗകര്യങ്ങൾ ഭിന്നശേഷി സൗഹൃദം ആയിരുന്നില്ല. സംഘടനാപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരികയും ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ മൊത്തത്തിൽ ഭിന്നശേഷി സൗഹൃദമാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ യൂണിയൻ്റെ സമയത്താണ് എന്നുള്ളത്. SFIയുടെ യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു മാറ്റം അവിടെ കൊണ്ടുവന്നത്. അത് സംഘടനയുടെ ഒരു വലിയ വിജയമാണ്.
ഞാനൊരു ഭാഗമായെന്ന് മാത്രമേ പറയാൻ പറ്റൂ. SFIയുടെ വിജയമായിട്ടല്ലേ? അതെ, SFIയുടെ വിജയമാണ്. അതിനോടൊപ്പം തന്നെ പ്രിയ പഠിച്ച ഇപ്പോൾ PG തദ്ദേശ വികസന പഠനവും തദ്ദേശ വികസനവും ഇത് പഠിച്ച വിഷയത്തെപ്പറ്റി ചോദിച്ചാൽ കേരളത്തിൻ്റെ വികസനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഈ പഠനം വെച്ച്? എല്ലാ രംഗങ്ങളിലും മുന്നോട്ട് വരികയാണ്. ഇപ്പം ആരോഗ്യ രംഗങ്ങളായാലും വിദ്യാഭ്യാസ രംഗങ്ങളായാലും നമ്മളെ കേരള മോഡൽ എന്നാണ് പറയുന്നത്. അപ്പം പഠിച്ചത് വെച്ച് നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അതാണല്ലേ. മറ്റേ ഇനിയും കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രിയ ഇപ്പം സ്പോർട്സിൻ്റെ ഇനത്തിൽ പറഞ്ഞു അല്ലേ, അമ്മ കൂടെ ഉണ്ട്. നമുക്ക് അമ്മയിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ. പ്രിയ ഒരു സംരംഭക കൂടി ആയിരിക്കുകയാണ് എന്നതാണ്, അത് വലിയ മാതൃകയാണ്. എത്ര പേർക്കാണ് ജോലി കൊടുത്തത്? 4 പേരുണ്ട്. അതെ, 4 പേർക്ക് പ്രിയ ജോലി നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടി എന്താണ് തുടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ? എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഗ്ലാഡ് എന്നാണ്. അതായത് PG കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു ചോദ്യചിഹ്നം എത്തുമല്ലോ, ജോലിയുടെ ഒരു വലിയ പിരിമുറുക്കങ്ങൾ എത്തും എന്നുള്ളത് വന്നപ്പോഴാണ്. പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയം കൂടിയായപ്പം വീട്ടിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നമുക്കൊരു എന്തെങ്കിലും തുടങ്ങാമെന്ന് പറഞ്ഞു. അമ്മയും എൻ്റെ അണ്ണനും കൂടെ, എൻ്റെ അണ്ണനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന അണ്ണനും കൂടി ചേർന്ന് ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയത്. സ്ഥാപനം ഇതാണ്, ബോർമയാണ്. പപ്സ്, കേക്ക്, ബ്രെഡ് തുടങ്ങിയ സാധനങ്ങളുടെ ബേക്കിംഗ് പ്രോസസ് മാനുഫാക്ചറിങ് യൂണിറ്റാണ് നടക്കുന്നത്. ഒരു സന്തോഷമുള്ള കാര്യമില്ല, നമുക്ക് തന്നെ ഒരു 4 പേർക്ക് ജോലി നൽകുക നാട്ടിൽ. അത് നമുക്ക് ഒരു വരുമാനം മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം അതും വലിയ ഒരു ഇതാണ്. അങ്ങനെയൂടെ കണ്ടിരുന്നു പ്രിയ അതിനെ? തീർച്ചയായിട്ടും. ഒരു ജോലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന കാര്യമാണ്. അവൻ്റെ ഒരാളുടെ എന്താ പറയുന്നത്, അവൻ്റെ ആവശ്യമാണ് അടിസ്ഥാന എന്നൊരു ജോലിയാണ്. ആ ഒരിത് എനിക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ എനിക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നതിനോടൊപ്പം മറ്റൊരാൾക്കും കൂടി അതിനൊരു പ്രയോജനമാകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് നോൺ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണ്. ഇനി അതിൽ ഡിസബിലിറ്റി ഉള്ള എന്നെപ്പോലെ ഉള്ള ആൾക്കാർക്കും കൂടി ജോലി കൊടുക്കണമെന്നാണ്. അപ്പോൾ കുറച്ചുകൂടി സ്ഥാപനം മുന്നോട്ട് പോകുമ്പം നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. വലിയ കാഴ്ചപ്പാടാണ് പ്രിയക്കുള്ള, വലിയ സ്വപ്നങ്ങളുമാണ്. ഇപ്പം അമ്മയോടുകൂടെ ചോദിച്ചാൽ നമുക്കിത് അവസാനിപ്പിക്കാം. അമ്മയോട് ചോദിക്കാം എൻ്റെ അഭിമുഖത്തിൻ്റെ അവസാനമായിട്ട്. അമ്മ, പ്രിയയുടെ ഒരു പരിമിതികൾ നമുക്കറിയാമല്ലോ. ആദ്യം വിഷമമായിരുന്നു അമ്മയ്ക്ക്, പിന്നീട് ഇപ്പം പ്രിയ നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ സന്തോഷമാണ് തീർച്ചയായിട്ടും അറിയാം. അഭിമാനമുണ്ട് അവളെ. ആദ്യം ഒരു ഘട്ടത്തിലേക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഞാൻ അവളെ കൊണ്ട് കുഞ്ഞുനാളെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ തന്നെ അഡ്മിഷൻ തരാത്തവരുണ്ടായിരുന്നു. നിങ്ങൾ തന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അവളെ ഉപദ്രവിക്കും, അപ്പം നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് കന്യാസ്ത്രീയെ അവർ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അങ്ങനെ പിള്ളേർ ഉപദ്രവിക്കും, നിങ്ങളില്ലേ ഇവിടെ, അത് ഞങ്ങൾക്കൊന്നും നോക്കിയിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളിവിടെ തരാനൊക്കത്തില്ല, ഈ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ തരത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഉള്ള സ്കൂളുകളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം മാറി നല്ല തിരുവനന്തപുരത്ത് തന്നെ നല്ല സ്കൂളിൽ പിന്നെ അവൾക്ക് പഠിക്കാൻ അഡ്മിഷൻ കിട്ടി. ഏതാ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അവിടെ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങ് പോന്ന് ഇപ്പം ഇവിടെ വന്ന് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ തുഞ്ചത്തെഴുത്തച്ഛൻ സർവകലാശാലയിൽ പോയപ്പോഴാണ് കൂടുതൽ അവർക്ക് സമൂഹമായിട്ട് ബന്ധം. നേരത്തെ മുതലേ ഉണ്ടെങ്കിലും അവിടെ ചെന്നാണ് ഈ SFIയുടെ പ്രവർത്തനം ഒക്കെ കൊണ്ട് അവൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുകയും അവൾ പഠനത്തിൽ ഏറ്റവും മുന്നിൽ എത്തി. അവൾക്ക് പഠനവും ഒരു ജോലിയുമാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ജോലി പ്രതീക്ഷിക്കുമ്പോൾ ആളുകൾക്ക് ജോലി കൊടുത്തു തുടങ്ങി. അതെ, അങ്ങനെ ഇപ്പോൾ എനിക്ക് അവളെ കുറിച്ച് അഭിമാനം. ആദ്യം എനിക്ക് ദുഃഖമായിരുന്നു, എൻ്റെ കുഞ്ഞിങ്ങനെയാണല്ലോ, എങ്ങനെ അവിടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ എനിക്ക് അഭിമാനമുണ്ട്, എൻ്റെ കുഞ്ഞ് സന്തോഷമുണ്ട്. പ്രിയ വലിയ മാതൃകയാണ്. പ്രിയ PSC എക്സാമിനോട് പ്രിയ പറഞ്ഞില്ല, എന്നോട് നേരത്തെ പറഞ്ഞു PSC എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഒപ്പം ആളുകൾക്ക് ജോലി നൽകുന്നു. പ്രിയയുടെ വലിയ സ്വപ്നങ്ങളാണ്, ആ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടൂരിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജു ടി ബാബു.